നമസ്കാരം, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാമിനേഷന് വേണ്ടി കഴിഞ്ഞ വർഷം, അതായത് 2023-24 നടന്ന ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവുമാണ്. എല്ലാവരും ഈ വീഡിയോ നല്ല രീതിയിൽ കാണുകയും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുകയും വേണം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ശരി, ഒരു അഭിപ്രായം എഴുതണം. അതുപോലെ തന്നെ നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് അറിയാം. 6 ഗതിവിധികളാണ് ഇതിനുള്ളത്. അതിലെ ആദ്യത്തെ ഗതിവിധി നിർബന്ധമായും എഴുതിയിരിക്കണം. ബാക്കിയുള്ളതിൽ നമുക്കിഷ്ടമുള്ള 4 എണ്ണം എഴുതിയാൽ മതിയാകും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗതിവിധി 1, ആക്ടിവിറ്റീസ് 1. സൂചന കണ്ട് പഠേം ഓർ പ്രശ്നോങ്കെ ഉത്തർ ലിഖേം. പാരഗ്രാഫ് വായിച്ച് അതിന് ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. കിസി താലാവുമേം ഏക്ക് മേഢ് അരുതാഥ. ഏതോ കുളത്തിൽ ഒരു തവള താമസിച്ചിരുന്നു. ഉസ്കെ ദാന്ത് ഹമേഷ ഗന്ധേ ഓർ കാലേ രഹത്തെ. അതിൻ്റെ പല്ലുകൾ എപ്പോഴും വൃത്തികെട്ടതും അതുപോലെ തന്നെ കറുത്തതുമായിരുന്നു. അപ്പോൾ മക്കിയാം ബഹത്ത് കാതാത, അത് ഈച്ചകളെ ധാരാളം തിന്നുമായിരുന്നു. ഷാഹിദ് ഇസ്ലിയെ, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ചോക്ലേറ്റ് ഫീ കാതാത, അത് ചോക്ലേറ്റും തിന്നുമായിരുന്നു. ഉസേ 2-4 ചോക്ലേറ്റ് കെ ബീച്ച്, 1, 2, 3, 4 ചോക്ലേറ്റിന് ഇടയിൽ 2-4 മക്കിയാം രഹ്കർ ഖാന പസന്ത് ഥ. അവയ്ക്ക് 2-3 ഈച്ചകളെ വെച്ച് തിന്നുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഉസേ മക്കി സാൻഡ്വിച്ച് കേത്താത, അതിനങ്ങനെ തിന്നുന്നതിനെ അത് മക്കി സാൻഡ്വിച്ച് എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി 1ാമത്തെ ചോദ്യം, മേണ്ട് കഹാം രഹത്താത, എവിടെയാണ് തവള താമസിച്ചിരുന്നത്? അതിൻ്റെ ആൻസർ എന്താണ്? താലാവുമേയും, കുളത്തിലായിരുന്നു. 3ാമത് കിടക്കുന്ന താലാവുമേയും. 2ാമത്തെ ചോദ്യം, മേണ്ട് കെ ദാന്ത് കൈസെ രഹത്തെ, എങ്ങനെയായിരുന്നു അതിൻ്റെ പല്ലുകൾ? അവസാനം കിടക്കുന്ന ഗന്ധേ ഓർ കാലേ. അടുത്ത ചോദ്യം, മേഡഖോ ക്യാ പസന്ത് ഥാ, എന്തായിരുന്നു അതിന് ഇഷ്ടം? അവസാനം കിടക്കുന്ന മക്കി സാൻഡ്വിച്ച്. അടുത്ത ചോദ്യം, മേഢ് ചോക്ലേറ്റ് കെ ബീച്ച് ക്യാ രഖ് കർ ഖാതാ ഥാ, എന്തായിരുന്നു ചോക്ലേറ്റിനിടയിൽ വെച്ചിരുന്ന് തിന്നത്? ആദ്യം കിടക്കുന്ന മക്കിയാം, ഈച്ചകളെയായിരുന്നു. അടുത്ത ചോദ്യം, സഹി പ്രസ്താവ് ചുൻകർ ലിഖേം, ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തെഴുതാനാണ്. അതിൽ 2ാമത് കിടക്കുന്ന മേണ്ടക് ചോക്ലേറ്റ് ഖാതാ ഥാ, 2ാമത് കിടക്കുന്നതാണ് ശരി ഉത്തരം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നമുക്കാകെ 6 ഗതിവിധികളാണ് തന്നിട്ടുള്ളത്. അതിലെ ആദ്യത്തെ 1ാമത്തെ ഗതിവിധിയായ ഇത് നമ്മൾ നിർബന്ധമായും എഴുതിയിരിക്കണം. അത് നിർദ്ദേശങ്ങളിലുള്ളതാണ്. ഗതിവിധി 2, സൂചന ജമീൻ കോ ജാദു ആത്താ ഹെ, കവിത കിയെ പങ്ക്തിയാം പഠേ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേ. ജമീൻ കോ ജാദു ആത്താ ഹെ എന്ന് പറയുന്ന കവിത വായിച്ച് ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. കവിതാഭാഗം ഇതാണ്. യേ മേരെ ബാഗ് കി മിട്ടി കോ കുച്ച് തോ ഹൈ, യേ ജാദുയി സെമി ഹൈ ക്യാ, സെമി കോ ജാദു ആത്താ ഹൈ, अगर अमरूद बीजूं में तो ये अमरूद देती है, अगर जामुन की गुठली डालूं तो जामुन देती है, करेला तो करेला, नींबू तो नींबू. ഭൂമിയുടെ മായാജാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചോദ്യം, കവിതാംശമേ ഭൂമി കേലിയെ കിസ് ശബ്ദ കാ പ്രയോഗ ഹുവാ ഹെ, ഭൂമി എന്നുള്ളതിന് കവിതയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ്? 2ാമത്തെ വരിയെ കിടപ്പുണ്ട്. ആൻസർ 3ാമത് കിടക്കുന്ന ജമീൻ. അടുത്ത ചോദ്യം, നിമ്നലിഖിത് ആശയവാരി പങ്ക്തി ചുൻകർ ലിഖേ, ചുവടെ തന്നിരിക്കുന്ന ആശയമടങ്ങുന്ന വരി കവിതയിലേതാണ്? അമരൂദ് കെ ബീജ് ബോനേസെ, അമരൂദിന്റെ ബീജ് വിതയ്ക്കുകയാണെങ്കിൽ അമരൂദ് മിലത്താ ഹെ, അമരൂദ് കിട്ടുന്നു. ആൻസർ 4ാമത്തെ വരിയിൽ കിടപ്പുണ്ട്. അഗർ അമരൂദ് ബീജും മെയിം തോ യേ അമരൂദ് ദേത്തി ഹെ, ഇതാണ് വരി. അടുത്ത ചോദ്യം, കവിതാംശിക്ക ആശയിലേക്ക്, ഈ കവിതയുടെ ആശയം എഴുതാനാണ്. കവിത നമുക്ക് പരിചയമുള്ളതാണ്. കവിതയുടെ ആശയം എഴുതുമ്പോൾ കഴിയുന്നത് നമ്മൾ കവിയുടെ പേര് കൂടെ എഴുതുന്നത് നല്ലതായിരിക്കും.
ചിലപ്പോൾ ഇത് ഒരു ടിപ്പണി എഴുതാനായിട്ടായും ചോദിച്ചേക്കാം. ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ടും ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പം എന്തായാലും നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതിയാകും. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ ഒരെണ്ണം കൊടുക്കുന്നു. അത് ടിപ്പണി കൂടി എഴുതത്തക്ക തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീ ഗുൽസാർ की एक सुंदर कविता है जमीन की जादू आता है. ഗുൽസാറിന്റെ സുന്ദരമായ ഒരു കവിതയാണ് ജമീൻ കി ജാദു ആതാ ഹെ. इसमें കവി ജമീൻ के कई जादू बताता है. ഭൂമിയുടെ പല മായാജാലങ്ങളുമാണ് ഇതിൽ കൂടെ പറയുന്നത്. ജൈസെ മിട്ടി മേം അമരൂദ് ബീജും തോ അമരൂദ് ദേത്തി ഹെ, മിട്ടി സെ ഹം ജോ രംഗ് മാംഗത്തെ ഹെ വഹി രംഗ് ദേത്തി ഹെ. ഭൂമിയോട് നമ്മൾ ഭൂമിയിൽ എന്ത് നടുന്നോ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നു. ഭൂമിയോട് നമ്മൾ എന്ത് നിറം നമ്മൾ കൊടുക്കുന്നോ ആവശ്യപ്പെടുന്നോ അത് നമുക്ക് തരുന്നു. ഇസി പ്രകാർ പൂരി കവിതാമേ ജമീൻ കെ ജാദു കാ ചിത്രം. എവിടെയും ഭൂമിയുടെ മായാജാലത്തിന്റെ ചിത്രണമാണ് ഈ കവിതയിലൂടെ കാണുന്നത്. ഇസ്കാ ശീർഷകമേ കവിത പഠനേമേയും തത്പർ ബന്ധഹെ. ഇതിന്റെ ശീർഷക തലക്കെട്ട് ഹെഡിങ് നമുക്ക് കവിത വായിക്കാൻ വളരെ താല്പര്യമാക്കി മാറ്റുന്നു. സരള ഓർ രസീലി ഭാഷാമേ ജമീൻ കാ ജാദു കാ വർണ്ണൻ കിയാ ഗയാ ഹെ. നല്ല രീതിയിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ടിപ്പണി രൂപത്തിൽ ചോദിച്ചാലും നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതിയാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നിരിക്കുന്നത്. അടുത്ത ഗതിവിധി 3 ആണ്. സൂചന മാർച്ച് ലേഖായ ആവശ്യപ്പെടേ ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്ക്. മാർച്ച് എന്ന ലേഖനത്തെക്കുറിച്ച് നമ്മൾ ചുവടെ തന്നിരിക്കുന്ന പാസേജ് വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനാണ്. മാർച്ച് കെ ദിനോം ഹാത്തോമേയും കിതാബേയും ഓർ ആങ്കോമേയും നീന്ത് രഹാ കർത്തി थी. മാർച്ച് മാസമാകുമ്പോൾ കൈകളിൽ പുസ്തകം പഠിക്കാനായി പുസ്തകവും കണ്ണുകളിൽ അതേസമയം ഉറക്കവും വരിക പതിവാണ്. ദോ പന്നെ पलटे ही नींद के हाथ आकर आंखों पर പൽക്കയും കീഞ്ച് ജാത്തെ. ഒരു പേജ് വായിച്ച് അങ്ങോട്ട് മാറുമ്പോൾ തന്നെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ കൈകൾ വന്ന് അതിനെ കൺപോളകളെ പിടിച്ച് അടയ്ക്കുന്നു. ഉൻഡിനോ അക്സർ ഏ സോച്ച്തേക്ക്. ആ ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. കാഷ് ആങ്കേം ബന്ധുകിയെ പടായി ഹോ പാത്തി. കണ്ണുകൾ അടച്ചുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആശിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ സൗകര്യമാണ്. ഉറങ്ങുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇതിന് മസാത്ത അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരുന്നു. ആദ്യത്തെ ചോദ്യം കിസ്കെ ഹാത്ത് ആക്കർ ആങ്കോംബർ പൽക്കേം കീഞ്ച് ജാത്തെ. ഏത് കൈകളാണ് വന്ന് കണ്ണുകൾ അടയ്ക്കുന്നത്? രണ്ടാമത് കിടക്കുന്ന നീന്ത് കെ ഹാത്ത്, ഉറക്കത്തിന്റെ കൈകൾ. അടുത്ത ചോദ്യം സൂചനാവും की सहायता से मार्च लेख का परिचय देते हुए मित्र को पत्र लिखे. ഒരു കൂട്ടുകാരന് ഈ ലേഖനത്തെ ആസ്പദമാക്കി ഒരു കത്തെഴുതാനാണ് പറയുന്നത്. കത്തെഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കത്തെഴുതുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ അറിയണം. അതിലാദ്യമായി വേണ്ടത് സ്ഥാൻ, താരീഖ്, സ്ഥലവും തീയതി ഉണ്ടാകണം. പിന്നീട് നമുക്ക് ഒരു അഭിസംബോധന ഉണ്ടാകണം. പ്രിയമിത്ര അല്ലെങ്കിൽ പ്യാരേ പിതാജി, അത് സന്ദർഭോചിതമായിട്ട് ആവണം. പിന്നീട് നമുക്ക് കോമണായി ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? കുശൽ ഹോന, സുഖം തന്നെയല്ലേ? മൈ ഹാ ടീക്കും, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. തുമാരി ഖബർ നഹി, നിന്നെക്കുറിച്ചൊരു വിവരവും എനിക്ക് കിട്ടുന്നില്ല. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന പാസേജിനെ ആസ്പദമാക്കി അടുത്തത് എഴുതാം. പിന്നീട് നമുക്കൊരു നല്ലൊരു കൺക്ലൂഷൻ ഉണ്ടാവണം. തുമാരേ മാ ബാബ് സേ മേരാ പ്രണാം, മാതാപിതാക്കളെ അന്വേഷിച്ചു എന്ന് പറയുന്നതിന് മുതിർന്നവർക്ക് പ്രണാം പറയുകയാണ്. ജവാബ് പത്രയ്ക്ക് പ്രതീക്ഷാമേ, മറുപടി കത്തിൻ്റെ പ്രതീക്ഷയിൽ തുമാര അല്ലെങ്കിൽ ആപ്ക, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അങ്ങനെ ആണ് നമ്മൾ എഴുതുന്നത്. എന്നിട്ട് ഹസ്താക്ഷരം ഉണ്ടാകണം, ഒപ്പുണ്ടാകണം, പിന്നീട് പേരുണ്ടാകണം. അതിനുപരി നമ്മൾ ആർക്കാണോ കത്തയക്കുന്നത് സേവാമേയും ടു അഡ്രസ്സ്, അതിൽ പേരുണ്ടാവണം, പദയുണ്ടാകണം, അഡ്രസ്സ് ഉണ്ടാകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായി ഒരു കത്തെഴുതുമ്പോൾ അറിയിരിക്കണം. ഇനി ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള കത്ത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചോദ്യത്തിൽ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഈ എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എഴുതിയാൽ മതിയാകും. ഇവിടെ മോഡലിനായി മാത്രം ഞാൻ ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. സ്ഥാനുണ്ട്, താരീഖുണ്ട്, നമുക്കങ്ങനെ വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എക്സാം നടക്കുന്ന ദിവസത്ത് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. പ്രിയമിത്ര രമേശ്, രമേശ് എന്ന് വെറുതെ ഞാൻ പേര് കൊടുത്തിരിക്കുകയാണ്. തും കൈസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്? കുശൽ ഹോന, സുഖം തന്നെയല്ലേ? മൈ ഹാൻ ടീക്കുഹും, ഞാനിവിടെ സുഖമായിരിക്കുന്നു.
ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമയ്യേക്ക് ലേഖിലിക് പഠ, ഞാൻ ഇന്ന് ഒരു ലേഖനം പഠിച്ചു. നാം ഥാ മാർച്ച് എന്നായിരുന്നു അതിൻ്റെ പേര്. പഠിത്തേ ബഹുത്ത് മസായ, വായിച്ചു വന്നപ്പോൾ നല്ല രസകരമായിരുന്നു. യഹ് പഠിക്കർ മുച്ചെ ലഗാക്കി, ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ്, യഹ് മേരി കഹാനിഹോ, എൻ്റെ കഥ തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. മുച്ചെ ഭി കിതാബ് ഹാത്മേം ലേത്തെ ഹി നീന്ത് ആ ജാത്തി, എനിക്കും ലേഖനത്തിലുള്ളതുപോലെ തന്നെ പുസ്തകം കയ്യിലെടുത്താൽ അപ്പോൾ തന്നെ ഉറക്കം വരും. പരീക്ഷ സമയ ഹോനേസെ, പരീക്ഷാ സമയമായതുകൊണ്ട് മാം കി ഡാണ്ട് സുനാന പഠിത്ത ഹെ, അമ്മയുടെ ശകാരം എനിക്ക് കേൾക്കേണ്ടി വരുന്നു. ഏക മസാക്കി ബാത്ത് ഹേക്ക്, രസകരമായ മറ്റൊരു കാര്യം ഇതാണ്, പരീക്ഷ കഥം ഹോനേസെ നീന്ത് ഫി അപ്രത്യക്ഷ ഹോത്തെ, പരീക്ഷ കഴിയുമ്പോൾ ഈ ഉറക്കവും താനെ മാറും. മാർച്ച് ഹോനേസെ മയും ഘർ കെ സാമനെ ഹോനെ വാല നീം പേട് കെ നീച്ചെ ബൈട്ട് കർ പടാ കർത്താ ഥാ, ഞാൻ വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത്. നീ പേട് കി ആദി ടഹ്നിയാം ഘർമയും ഗുസി ചലിയാത്തീത്തി, അതിൻ്റെ ശിഖരങ്ങളൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്. ഉസ് പേട് സെ പീലി പത്തിയാം മേരി കിതാബ് പർ ഗിരാ കർത്തി ഭീത്തി, അതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ഇലകൾ എൻ്റെ പുസ്തകത്തിൽ വീഴാറുണ്ട്. അവസരമില്ലേത്തോ തുംഫിയേക്ക് ലേക്ക് പടേ, ഒരു കൺക്ലൂഷൻ പറയുകയാണ്, അവസരം കിട്ടുകയാണെങ്കിൽ നീ ഇതൊന്ന് വായിച്ചു നോക്കണം. ഇനി ഒരു കോംപ്ലിമെന്ററി ക്ലോസ് ആയി പറയുന്നു, തുമാരെ മാം ബാപ്പ് സെ മേരാ പ്രണാം, മാതാപിതാക്കളെയൊക്കെ എൻ്റെ അന്വേഷണം. ജവാബ് പത്രിക്ക് പ്രതീക്ഷാമേ, മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് തുമാരാ മിത്ര, എൻ്റെ കൂട്ടുകാരൻ. ഹസ്താക്ഷർ ഒപ്പ്, നാം പേര്, അടിക്കായി കിട്ടേണ്ട ആളിൻ്റെ പേര്, നാമ് പദ. ഇതിന് പോയിന്റുകൾ നമുക്ക് ആ പാസേജിൽ തന്നെ തന്നിട്ടുണ്ട്. അതിനെ കഴിയുന്നതും അതിനെ ബേസ് ചെയ്ത് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഈ ലെറ്റർ അതിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അടുത്ത ഗതിവിധി 4, സൂചന കണ്ട് പടയോ പ്രശ്നമൊക്കെ ഉത്തരലിക്കുകയും പാസേജ് വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക. ബന്ദർ, ബൈൽ, ബക്കരി, ബില്ലി, സബിനെ മിൽക്കർ ബാദൽ കോ ബച്ചായ, കുരങ്ങനും കാളയും ആടും പൂച്ചയും എല്ലാവരും ചേർന്ന് മേഘത്തെ അല്ലെങ്കിൽ മഴയെ രക്ഷിച്ചു. പാനി ബർസിനെ ലഗ, വെള്ളം മഴ പെയ്യാൻ തുടങ്ങി. സബ് നാച്ചിനെ ലഗെ, എല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇനി പാസേജ് ചെയ്ത ചോദ്യം ഇതാണ്, സബിനെ മിൽക്കർ കിസ്കോ ബച്ചായ, എല്ലാവരും ചേർന്ന് എന്തിനെയാണ് രക്ഷിച്ചത്? ഉത്തരം ബാദൽക്കോ. അടുത്ത ചോദ്യം, പാനി ജീവൻ കാ ആധാർ ഹെ, വെള്ളം ജീവന് ആധാരമാണ്. ഇസ് ആശി പർ ഏക്ക് പോസ്റ്റർ തയ്യാർ കരെ, ഇതിനെ ആസ്പദമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. പോസ്റ്റർ തയ്യാറാക്കാൻ നമുക്കറിയാം, പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. സന്ദർഭം, വിഷയം എന്നിവ ശരിയായി മനസ്സിലാക്കണം. സന്ദർഭം എന്താണ്, ഏത് വിഷയത്തെക്കുറിച്ചാണ് തയ്യാറാക്കേണ്ടത് നമ്മൾ വൃത്തിയായി മനസ്സിലാക്കണം. ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, വരയ്ക്കാൻ അറിയാമെങ്കിൽ മാത്രം വരയ്ക്കുക. ഹിന്ദി ഭാഷയിലെ കഴിവ് പരിശോധിക്കാനാണ് ഈ വ്യവഹാര രൂപത്തിലുള്ള നിർമ്മാണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ചിത്രങ്ങളെക്കാൾ പ്രാധാന്യം എഴുത്തുകൾക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റിന് നൽകണം. നമുക്ക് പ്രോഗ്രാമുകളെക്കുറിച്ച് അറിയിപ്പ് നൽകുന്നതിന് പ്രത്യേക സന്ദേശം നൽകുക എന്നീ വിഭാഗത്തിൽപ്പെടുന്ന പോസ്റ്ററുകളാണ് ചോദിക്കാറുള്ളത്. അത് സന്ദർഭത്തിനനുസരിച്ച് എഴുതണം. ഇവിടെ നമുക്ക് ഒരു പ്രത്യേക സന്ദേശം നൽകാനാണ്. എന്താണ് സന്ദേശം? പനി ജീവൻ കാ ആധാർ ഹെ, ഇതാണ് സന്ദേശം. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി മോഡലായി ഞാനൊരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളത് കണ്ടുപിടിക്കുക. അതുപോലെ ഏത് പരീക്ഷയ്ക്ക് ഏത് ചോദ്യം ചോദിച്ചാലും അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡൽ നിങ്ങളൊന്ന് പരിശോധിക്കാം. അടുത്ത ഗതിവിധി 5, सूचना चित्र देखें और उचित शब्द चुनकर वर्ग പഹേലി പുച്ചായി. നമുക്ക് ഈ കോളം പൂരിപ്പിക്കാൻ വേണ്ടിയാണ് ചിത്രങ്ങൾ തന്നിരിക്കുന്നുണ്ട്. നമുക്ക് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്, താഴോട്ടുള്ളത് വലത്തോട്ടുള്ളത് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കോളങ്ങളിലുള്ള നമ്പറുകളാണ്. ചില കോളങ്ങൾ നമുക്ക് എഴുതാനില്ല, അത് അവർ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇനി
ചിത്രങ്ങൾ നോക്കുക. ആ ചിത്രങ്ങളിൽ ആദ്യം കാണുന്നത് താപ്പോട്ടുള്ളതാണ്. ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നു, 4 എന്ന് കൊടുത്തിരിക്കുന്നു. അത് ഒരു വൃദ്ധൻ്റെതാണ്. അതിന് നമുക്ക് ആ കോളത്തിൽ, അങ്ങേയറ്റമുള്ള കോളത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കിടക്കുന്ന ബൂട്ടായാണ്. ഇനി രണ്ടാമത് താപ്പോട്ട് കാണുന്നത് മച്ചലിയാണ്. അത് ആ കോളത്തിൽ കിടപ്പുണ്ട്. മൂന്നാമത് കിടക്കുന്നു മച്ചലി. അതാണ് 2 എന്നെഴുതിയിരിക്കുന്നിടത്ത് താപ്പോട്ട് വരേണ്ടത്. ഇനി 1 എന്നുള്ളതിൻ്റെ വലത്തോട്ട്, താഴെ വലത്തോട്ടുള്ള ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണേണ്ടത് എന്താണ്? ആദ്യം കാണുന്ന ഒരു പടമുണ്ട്, അമരൂദിൻ്റെതാണ്. അടുത്തത് മൂന്നാമത്തത് വലത്തോട്ട് കാണേണ്ടത് എന്താണ്? നീമ്പു ആണ്. അടുത്തത് 5-ാമത്തതാണ് പറഞ്ഞിരിക്കുന്നത്, വലത്തോട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പൂമൊട്ടാണ്, കരി. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കാളങ്ങൾ ഇതനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതിയാകും. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് എന്താണ്? അമരൂദാണ്. രണ്ടാമത് കാണുന്ന എന്താണ്? മച്ചലിയാണ്. അടുത്തതോ? രണ്ടാമത് താപ്പോട്ട്, മച്ചലി. 3 വലത്തോട്ട് പറയുന്നത് എന്താണ്? നീമ്പു. അടുത്തതോ? 4 ഏറ്റവും മുകളിൽ കിടക്കുന്ന താപ്പോട്ട് കിടക്കുന്നത് എന്താണ്? ബൂട്ട. അടുത്തത് 5-ാമത് വലത്തോട്ട് കിടക്കുന്നത് കലിയാണ്, പൂമൊട്ടാണ്. അടുത്ത ഗതിവിധി 6. സൂചന: കവിതാംശ പഠേ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖേ. ഈ കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കേരൾ കെ കേലെ, കേരൾ കാ പാനി, കേരൾ की नावें लंबी पुरानी, കേരൾ के हाथी, കേരൾ के चावल, കേരൾ की नदियां, കേരൾ के बादल. അപ്പോൾ നമുക്ക് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ്, പരിചയമുള്ള കവിതയുമാണ്. ചോദ്യം ഇതാണ്: കവിത കിസ് ജഗഹ് കെ ബാരെ മേം ഹെ. എന്തിനെ കുറിച്ചാണ് കവിത പറയുന്നത്? കവിത പറയുന്നത് കേരളത്തെക്കുറിച്ചാണ്, കേരൾ. രണ്ടാമത് ചോദ്യം: കവിതാ കേലിയയ്ക്ക് ശീർഷക് ദേ, ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. അതും നമുക്ക് കൊടുക്കാൻ പറ്റിയ, നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം. ഇവിടെ കേരൾ എന്നത് തന്നെ ഉചിതമാണ്. അടുത്ത ചോദ്യം: സഹി മിലാൻ കരയും, ശരിയായിട്ടുള്ളത് ചേർത്ത് എഴുതുക. ആ ബോക്സിലുള്ളതിനെ, ശരിയായിട്ടുള്ളതിനെ നമ്മൾ ചേർത്തെഴുതണം. ആരോ ഇട്ട് വെക്കരുത്, ചേർത്ത് തന്നെ എഴുതണം. എന്താണ് ആദ്യത്തത്? കേരൾ കാ പാനി. പിന്നീട് എന്താണ്? കേരൾ കെ കേലെ. അടുത്തത് കേരൾ കി നാവേം. ആ കാ കെ കി എന്ന പ്രയോഗമാണ് നമുക്ക് ഇതിലൂടെ കാണുന്നത്. ഈ വീഡിയോ നമ്മൾ പല ആവർത്തി കണ്ട് ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഉറപ്പിക്കണം. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവരവരുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ശരി, ഒരു അഭിപ്രായമെങ്കിലും എഴുതണം. ലൈക്ക് ചെയ്യാനും മറക്കുകയും വേണം. നമുക്ക് നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.